2007 ജൂൺ 29 നമ്മളുടെ എല്ലാം ജീവിതത്തിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളൊരു ദിവസമായിരുന്നു അത്. So, 3 things. A widescreen iPod with touch controls, a revolutionary mobile phone, and a breakthrough internet communications device. An iPod, a phone, and an internet communicator. An iPod, a phone. Are you getting it? These are not 3 separate devices. This is one device. And we are calling it iPhone. Today, Apple is going to reinvent the phone. ആരും മുൻകൂട്ടി കാണാഞ്ഞ ഒരു ഇന്നോവേഷൻ ആയിരുന്നു ആപ്പിളിൻ്റെ ആദ്യത്തെ ഐഫോൺ. പിന്നീട് ആൻഡ്രോയിഡ് ആണെങ്കിലും ഐഫോണിനെ കോപ്പി ചെയ്താണ് അവരുടെ ആദ്യത്തെ സ്മാർട്ട് ഫോൺ ഇറക്കിയത്. എൻ്റെ അഭിപ്രായത്തിൽ ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു അനൗൺസ്മെൻ്റാണ് കഴിഞ്ഞ മാസം ആപ്പിൾ നടത്തിയത്. x86 CPUസിൽ നിന്ന് ARM ആർക്കിടെക്ചറിലേക്കുള്ള ആപ്പിളിൻ്റെ ട്രാൻസിഷനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അവരുടെ ആദ്യത്തെ ARM യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് എങ്ങനെയുണ്ടെന്നും ഈ ട്രാൻസിഷൻ ഭാവിയിൽ നമ്മളെയെല്ലാം എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നതെന്നും നമുക്ക് നോക്കാം. 2005 ആപ്പിൾ അതുവരെ യൂസ് ചെയ്തിരുന്ന പവർ PCയിൽ നിന്ന് ഇൻറ്റലിൻ്റെ CPUസിലേക്ക് ട്രാൻസിഷൻ ചെയ്തത്. ഇപ്പം നമ്മളുടെ എല്ലാം കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്യുന്നത് ഇതേ x86 ആർക്കിടെക്ചർ ഉപയോഗിച്ചുണ്ടാക്കിയ പ്രോസസ്സേഴ്സാണ്. ARM പ്രോസസ്സേഴ്സ് അങ്ങനെ പുതിയൊരു ടെക്നോളജിയൊന്നുമല്ല. നമ്മുടെ എല്ലാം ഫോൺസ് റൺ ചെയ്യുന്നത് ARM ആർക്കിടെക്ചർ ഉപയോഗിച്ചുണ്ടാക്കിയ പ്രോസസ്സേഴ്സ് വെച്ചാണ്. സ്മാർട്ട് ഫോൺസ് വരുന്നതിന് മുമ്പും പഴയ നോക്കിയ ഫോൺസിലൊക്കെ ഇത്തരം പ്രോസസ്സേഴ്സ് യൂസ് ചെയ്തിരുന്നു. ഇതിൽ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ആപ്പിൾ ARM ചിപ്സ് ഉണ്ടാക്കി തുടങ്ങാനുള്ള കാരണം ഇൻറ്റൽ തന്നെയാണ്. ആപ്പിൾ ആദ്യമായിട്ട് ഐഫോൺ ഉണ്ടാക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനുവേണ്ടി പ്രോസസ്സർ ഉണ്ടാക്കാൻ ഇൻറ്റലിനെ സമീപിച്ചിരുന്നു. പക്ഷേ അന്ന് ഇൻറ്റൽ പറഞ്ഞത് സ്മാർട്ട് ഫോൺസിന് അത്ര ഡിമാൻഡ് ഉണ്ടാകാനൊന്നും സാധ്യതയില്ലെന്നും അതിനുവേണ്ടി പ്രോസസ്സർ ഉണ്ടാക്കിയാൽ അവർക്ക് നഷ്ടമായിരിക്കുമെന്നുമാണ്. അത് കാരണമാണ് ആപ്പിൾ സ്വന്തമായിട്ട് പ്രോസസ്സർ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അന്ന് ഇൻറ്റൽ ആപ്പിളായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ തീരുമാനിച്ചായിരുന്നാൽ ഇന്ന് കാര്യങ്ങൾ ശരിക്കും ഡിഫറൻ്റ് ആയേനെ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇൻറ്റൽ പ്രോസസ്സേഴ്സിനെ പറ്റി ഒരുപാട് കംപ്ലയിൻസ് ഒക്കെ വരാൻ തുടങ്ങി. വിൻഡോസ് സ്പേസ് നോക്കിയാലും AMD ആണ് ഇപ്പോൾ ഇൻറ്റലിനെക്കാളും നല്ല പ്രോസസ്സേഴ്സ് ഉണ്ടാക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ വർഷം ആപ്പിൾ ഫോണിന് വേണ്ടിയും ഐപാഡിന് വേണ്ടിയും ഉണ്ടാക്കിയ പ്രോസസ്സർ ഇൻറ്റൽ ലാപ്ടോപ്പിന് വേണ്ടി ഉണ്ടാക്കിയ പ്രോസസ്സറിനെക്കാളും പവർഫുൾ ആയിരുന്നു. ഇതൊക്കെ കാരണമാണ് ആപ്പിൾ അവരുടെ കമ്പ്യൂട്ടർ ലൈനപ്പ് മുഴുവൻ ARMലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. ഒരു ആർക്കിടെക്ചറിൽ നിന്ന് വേറെ എണ്ണത്തിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ കൺസേൺ കമ്പാറ്റബിലിറ്റിയാണ്. x86 വേണ്ടി നിർമ്മിച്ച സോഫ്റ്റ്വെയർസ് ARMൽ എമുലേഷനിലൂടെ റൺ ചെയ്യാൻ പറ്റൂ. ഇത് പെർഫോമൻസിനെ നല്ല രീതിയിൽ ബാധിക്കും. ഇത് ആദ്യമായിട്ടല്ല ARM പ്രോസസ്സർ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് ഇറങ്ങുന്നത്. 2019 മൈക്രോസോഫ്റ്റ് അവരുടെ സ്വന്തം ARM ചിപ്പ് ഉപയോഗിച്ച് സർഫെക്സ് X എന്ന ലാപ്ടോപ്പ് ഇറക്കിയായിരുന്നു. അതിൻ്റെ ഹാർഡ്വെയർ ഒക്കെ നല്ലതായിരുന്നെങ്കിലും 32-ബിറ്റ് സോഫ്റ്റ്വെയർസ് മാത്രമേ അതിൽ റൺ ചെയ്യാൻ കഴിയൂ. വർക്ക് ആവുന്ന സോഫ്റ്റ്വെയർസ് ആണെങ്കിൽ ശരിക്കും മോശം പെർഫോമൻസും ആയിരുന്നു. അതുകൊണ്ട് ആപ്പിളിൻ്റെ പുതിയ M1 ചിപ്പ് ഇറങ്ങിയപ്പോഴും ആർക്കും വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. ഇൻറ്റലിന് വേണ്ടി എഴുതിയ സോഫ്റ്റ്വെയർസ് പുതിയ M1 ചിപ്സിൽ റൺ ചെയ്യാൻ റൊസറ്റ എന്ന ട്രാൻസ്ലേറ്റർ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ പെർഫോമൻസ് ശരിക്കും എല്ലാവരെയും സർപ്രൈസ് ചെയ്തു. പുതിയ M1 ചിപ്പ് യൂസ് ചെയ്തവരെല്ലാം പറയുന്നത് ഇൻറ്റലിന് വേണ്ടി എഴുതിയ സോഫ്റ്റ്വെയർസ് ഇൻറ്റൽ കമ്പ്യൂട്ടറിൽ റൺ ചെയ്യുന്നതിനെക്കാട്ടിലും സ്പീഡിൽ ഇതിൽ റൺ ചെയ്യാൻ കഴിയുമെന്നാണ്. ഇതുകൂടാതെ ഇപ്പോൾ സെയിം ആർക്കിടെക്ചർ ആയതുകൊണ്ട് ഐപാഡിനും ഐഫോണിനും ഉണ്ടാക്കിയ ആപ്സും ഇതിൽ വർക്ക് ചെയ്യും. ഐപാഡും ഐഫോണും ടച്ച് ഉപയോഗിക്കേണ്ട ഡിവൈസ് ആയതുകൊണ്ട് അതിൻ്റെ സോഫ്റ്റ്വെയർസ് കമ്പ്യൂട്ടറിലേക്ക് വരുമ്പോൾ അത്ര നല്ല യൂസർ എക്സ്പീരിയൻസ് അല്ല തരുന്നത്. എന്നിരുന്നാലും അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. പുതിയ M1 ചിപ്സിൻ്റെ ശരിക്കുമുള്ള പവർ മനസ്സിലാവുന്നത് ഇതിനുവേണ്ടി നേറ്റീവായിട്ട് എഴുതിയ സോഫ്റ്റ്വെയർസിലേക്ക് വരുമ്പോഴാണ്. ആപ്പിളിൻ്റെ തന്നെ ഫൈനൽ കട്ട് പ്രോയും ലോജിക് പ്രോയും ഒക്കെ ഇതിന് നല്ലൊരു എക്സാമ്പിളാണ്. പല സോഫ്റ്റ്വെയർസിലും 65,000 രൂപയ്ക്ക് കിട്ടുന്ന പുതിയ മാക് മിനി 2.5 ലക്ഷം രൂപ വരുന്ന ഇൻറ്റൽ മാക്ബുക്ക് പ്രോയിനെക്കാളും പെർഫോമൻസ് വരുന്നുണ്ട്. ഇൻഫാക്ട് ചില ടാസ്കിലൊക്കെ 5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരുന്ന മാക് പ്രോ ആയിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ കഴിയും. ഡെവലപ്പേഴ്സ് എല്ലാം ഇപ്പോൾ തന്നെ അവരുടെ സോഫ്റ്റ്വെയർസിൻ്റെ ARM വേർഷൻ കൊണ്ടുവരാനുള്ള തിരക്കിലാണ്. മെയിൻ സോഫ്റ്റ്വെയർസ് എല്ലാം അടുത്ത വർഷത്തോടെ ഇതിനുവേണ്ടി ഇറങ്ങുമെന്നാണ് പ്രതീക്ഷ. പെർഫോമൻസ് മാത്രമല്ല പുതിയ ചിപ്പിനുള്ള അഡ്വാൻറ്റേജ്. ARM പ്രോസസ്സർ യൂസ് ചെയ്യുന്ന റിസ്ക് ആർക്കിടെക്ചർ ഇൻറ്റൽ യൂസ് ചെയ്യുന്ന സിസ്ക് ആർക്കിടെക്ചറിനെക്കാളും ശരിക്കും പവർ എഫിഷ്യൻ്റ് ആണ്. കൂടാതെ പുതിയ M1 ചിപ്പിൻ്റെ അകത്ത് 4 എഫിഷ്യൻസി കോറും 4 ഹൈ പെർഫോമൻസ് കോറും ആണുള്ളത്. അപ്പോൾ അധികം പവർ ആവശ്യമില്ലാത്ത സോഫ്റ്റ്വെയർസിലൊക്കെ ഹൈ എഫിഷ്യൻസി കോർ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇതൊക്കെ കാരണം ഇൻറ്റലിൻ്റെ ചിപ്സിനെക്കാട്ടിലും ഇരട്ടി ബാറ്ററി ലൈഫ് വരാൻ M1 ചിപ്സിന് കഴിയുന്നുണ്ട്. ഫുൾ ചാർജിൽ 20 മണിക്കൂർ വീഡിയോ പ്ലേബാക്കാണ് ആപ്പിൾ ക്ലെയിം ചെയ്യുന്നത്. x86 പ്രോസസ്സേഴ്സ് നന്നായിട്ട് ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ടവർ കമ്പ്യൂട്ടർ ആണെങ്കിൽ ഒരുപാട് ഫാനും ഹീറ്റ് സിങ്കും ഒക്കെ വെച്ച് ഇതിനെ കൂൾ ചെയ്യാൻ പറ്റും.
പക്ഷേ ലാപ്ടോപ്സിൻ്റെ ചെറിയ സൈസ് കാരണം ഇൻറ്റൽ ലാപ്ടോപ്സിന് ഹീറ്റിംഗ് ഇഷ്യൂ കോമൺ ആയിട്ട് ഉണ്ടാവാറുണ്ട്. M1 ചിപ്പിന് ഇതൊരു പ്രശ്നമേ അല്ല. പുതിയ ചിപ്പ് ഈ കാര്യത്തിൽ എത്ര ബെറ്റർ ആണെന്ന് കാണിക്കാൻ ഇപ്പോൾ ഇറക്കിയ മാക്ബുക്ക് എയറിൽ ഒരു ഫാൻ പോലും വെച്ചിട്ടില്ല. ഇതുവരെ ഞാൻ പറഞ്ഞതെല്ലാം ഈ ട്രാൻസിഷൻ്റെ പോസിറ്റീവ്സ് മാത്രമാണ്. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കമ്പാറ്റബിലിറ്റി തന്നെയാണ് ആദ്യത്തെ ഇഷ്യൂ. ഡെവലപ്പേഴ്സ് എല്ലാം പുതിയ ചിപ്പിന് വേണ്ടി സോഫ്റ്റ്വെയർസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് സോഫ്റ്റ്വെയർസ് അവൈലബിൾ അല്ല. അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസിൽ പലതിലും ബഗ്സ് ഒക്കെ ശരിയാക്കി എടുക്കാനുണ്ട്. ഇതിനൊക്കെ കുറച്ച് ടൈം എടുക്കും. മാത്രമല്ല ഇപ്പോൾ ഇറങ്ങിയത് ആപ്പിൾ ഇറക്കാൻ പോകുന്നതിൽ വെച്ച് ഏറ്റവും പവർ കുറഞ്ഞ ചിപ്പാണ്. അടുത്ത വർഷം ഒന്നുകൂടെ പവർഫുൾ ആയിട്ടുള്ള ചിപ്സ് റിലീസ് ചെയ്യാൻ ആപ്പിളിന് പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് പ്രൊഫഷണൽ വർക്കിന് വേണ്ടിയാണെങ്കിൽ ഒരു വർഷം വെയിറ്റ് ചെയ്തിട്ട് വാങ്ങുന്നതാണ് നല്ലത്. പിന്നെ മെയിൻ ഒരു പ്രശ്നമുള്ളത് ചിപ്പിൻ്റെ ഡിസൈനാണ്. M1 ചിപ്പിൽ CPU-യും GPU-യും റാമും ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് പെർഫോമൻസ് കൂട്ടാൻ സഹായിക്കുമെങ്കിലും ഭാവിയിൽ റാം ഒക്കെ അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വഴിയുമില്ല. ഇപ്പോൾ ഇറക്കിയിട്ടുള്ള ഡിവൈസിലൊന്നും സ്റ്റോറേജ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഇല്ല. വാങ്ങുന്ന സമയത്ത് ആപ്പിളിൻ്റെ ഓവർ പ്രൈസ്ഡ് ഹാർഡ്വെയർ വാങ്ങാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. 256 GB നിന്ന് 500 GB സ്റ്റോറേജിലേക്ക് പോകണമെങ്കിൽ 20,000 രൂപ എക്സ്ട്രാ കൊടുക്കണം. പക്ഷേ വെളിയിൽ നിന്ന് 500 GB SSD വാങ്ങാനായിരുന്നെങ്കിൽ കൂടിയ SSD ആണെങ്കിലും 10,000 രൂപയ്ക്ക് താഴെയാവുള്ളായിരുന്നു. ഇതാണ് ആപ്പിൾ ഈക്കോസിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നം. അവരുടെ ഡിവൈസ് യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ എല്ലാ പവറും അവർക്ക് തന്നെയായിരിക്കും. ഉദാഹരണത്തിന് അവരുടെ ലാപ്ടോപ്സിൽ SD കാർഡ് സ്ലോട്ട് കൊടുക്കാറില്ല. അപ്പോൾ അത് ആവശ്യമുള്ളവർ എക്സ്ട്രാ ആക്സസറി വാങ്ങേണ്ടി വരും. ഇപ്പോൾ ഇറങ്ങിയ മാക്ബുക്സിൽ 2 പോർട്ട് മാത്രമാണുള്ളത്. കൂടുതൽ പോർട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അതിനും വേറെ ആക്സസറി വാങ്ങണം. ഇങ്ങനെ കുറേ ഹിഡൻ കോസ്റ്റ്സ് ഉണ്ട് ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ് വാങ്ങുമ്പോൾ. മാത്രമല്ല കമ്പ്യൂട്ടേഴ്സ് റിപ്പയർ ചെയ്യാൻ ഇനി പണ്ടത്തെക്കാളും ബുദ്ധിമുട്ടാവും. എന്നിരുന്നാലും കമ്പ്യൂട്ടർ ഇൻഡസ്ട്രിയെ തന്നെ കംപ്ലീറ്റ്ലി മാറ്റാൻ പോകുന്നൊരു ചേഞ്ചാണ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുള്ളത്. 2 വർഷം കൊണ്ട് ആപ്പിളിൻ്റെ ലൈനപ്പിലുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിനെയും ആമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ആപ്പിൾ പറഞ്ഞേക്കുന്നത്. അടുത്ത വർഷം റിലീസ് ചെയ്യാനായിട്ട് 16ഉം 32ഉം കോഴ്സുള്ള CPUs ആപ്പിൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വെറും 4 ഹൈ പെർഫോമൻസ് കോർ കൊണ്ട് ഇത്രയും പെർഫോമൻസ് തരാൻ ആപ്പിളിന് കഴിയുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇറങ്ങുമ്പോൾ എന്താകുമെന്ന് ചിന്തിക്കാൻ പോലും വയ്യ. ഇനി എങ്ങനെയാണ് വിൻഡോസ് ആപ്പിളായിട്ട് കമ്പീറ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് അറിയാത്തത്. എന്തായാലും കുറച്ച് വർഷത്തേക്ക് ആപ്പിളിൻ്റെ അത്രയും പെർഫോമൻസും എഫിഷ്യൻസിയും തരാൻ വേറെ ആർക്കും കഴിയുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കാണാം.